വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഇഫ്താർ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡ് കൊണ്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അകത്ത് ഫില്ലിങ് വെച്ചിട്ടുള്ളത് മുട്ട വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അരമണിക്കൂറിനകത്ത് നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു റോസ്റ്റ് റെഡിയാക്കണം. നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ഒരു ചെറിയ സവോള എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കൂലേ അതുപോലെ. എന്നിട്ട് ഞാൻ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റായിട്ട് വരണം, വല്ലാണ്ട് കടിക്കുന്ന പരുവാവരുത് കേട്ടോ. ഇനി ഞാനിതിലോട്ട് ചിക്കൻ മസാല പൗഡർ അല്ലെങ്കിൽ മന്തി മസാല പൗഡർ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ഫ്ലേവറുള്ള മസാല പൗഡർ ചേർത്തിട്ട് ഒന്നുണ്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ബ്രെഡ് കുറച്ച് വലിയ ബ്രെഡ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഒന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ പ്ലേറ്റിലോട്ട് മാറ്റുക. അങ്ങനെ എല്ലാ ബ്രെഡും ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുക. നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ 2 ബ്രെഡ് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും വേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ ഒരു നൂല് വെച്ചിട്ട് നല്ല ഹാർഡ് ബോയിൽഡ് ആയിട്ടുള്ള മുട്ട വേണം കേട്ടോ. ഹാഫ് വേവിലല്ല, ഫുൾ വേവിലുള്ള മുട്ട വേണം. എന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ നൂല് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലും മതി. പിന്നെ ഇതുപോലെ നമുക്കൊരു ഐസ്ക്രീം സ്റ്റിക്ക് വേണം. അത് നിർബന്ധമില്ല, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാനിത് മൈദ കുറച്ച് വെള്ളത്തിൽ നല്ലോണം കലക്കിയെടുത്തതാണ്, നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ എടുക്കാം. അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് എടുക്കുമ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് ബ്രെഡ് തന്നെ എടുക്കുക. എന്നാലും നമുക്ക് ഇതുപോലത്തെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് പരത്തിയെടുക്കൊന്നും വേണ്ട, ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം തന്നെ നല്ല സോഫ്റ്റാണ് സ്റ്റീം ചെയ്തുകൊണ്ട്. ഇനി നമ്മൾ ഒരു റൗണ്ട്, അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു റൗണ്ട് എന്തെങ്കിലും ഒരു ലിഡ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ ഒട്ടിയിട്ടുണ്ടാവും ഇപ്പം തന്നെ കേട്ടോ. നമ്മളങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ, എന്നിട്ട് ഇതുപോലെ കുറച്ച് മാത്രം മതിയിട്ട് നമ്മൾ ആ ഒരു റോസ്റ്റ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക അതിൻ്റെ അകത്ത്. പിന്നെ മുട്ടയുടെ ഒരു സ്ലൈസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ പറയുമ്പോൾ കുറേ ഉണ്ടാവും, പക്ഷെ കാണുമ്പോൾ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് എല്ലാ വശവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു മൈദമാവ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ റോസ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര കുറച്ച് മാത്രം വെച്ചാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഒരു സവോള വെച്ചിട്ടുണ്ടാക്കിയത് റോസ്റ്റ്. ഒരുപാടൊന്നും റോസ്റ്റിൻ്റെ ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. കാരണം ഇത് ബ്രെഡാണ്. റോസ്റ്റിൽ നമ്മൾ ഒരുപാട് ഉപ്പും ചേർക്കരുത് കേട്ടോ, കാരണം ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ ഇതാ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ സവോള ഇട്ട് എടുത്തിട്ടുള്ളത്. ഇത്രയും മാത്രമേ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ, വളരെ കുറച്ച് മാത്രമേ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വെച്ചാൽ മതി. ഇത് ഞാനിപ്പം ഒരു സവോള വെച്ചിട്ടുണ്ടാക്കിയ റോസ്റ്റ് നിങ്ങൾക്കൊരു 6 7 സ്നാക്ക് ഉണ്ടാക്കാനുള്ള അത്രയും ഉണ്ടാവും കേട്ടോ റോസ്റ്റ്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നമ്മൾ മുട്ട പപ്സൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതിനേക്കാളും ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, എല്ലാതും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ആക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക വേണമെങ്കിൽ. നമ്മൾ ഫ്രൈഡ് സ്നാക്ക് വേണ്ടാത്തവർക്ക് അങ്ങനെ തന്നെ ജസ്റ്റ് 2 വശം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി, മുട്ട കൊണ്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട്. അല്ലാണ്ട് വേറൊരു അടിപൊളി സംഭവമാണ് ഇതാ ഇങ്ങനെ ചെയ്യുമ്പോൾ. അത് നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അത് ഒന്ന് മടക്കിയിട്ട് വളരെ തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മുട്ട ബീറ്റ് ചെയ്ത് ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. മുട്ടയിൽ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് നമ്മൾ എപ്പോഴും സ്നാക്ക് ഉണ്ടാക്കുമ്പം വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. ഉപ്പ് എപ്പോഴും കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ മുട്ട കൊണ്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയിൽ ഡിപ്പ് ചെയ്യേണ്ട, ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമ്മൾ സമൂസ ഷീറ്റ്സിൻ്റെ ആ ഒരു തിൻ സ്ട്രിപ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാതും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉടൻ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ആക്കാം. ഞാൻ ഒരു 10 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് നേരം ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ, അപ്പോൾ പിന്നെ ഐസായി പോവും. അപ്പോൾ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രൈ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ബ്രെഡാണ്, അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കരിഞ്ഞ പോലെ ആകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, വേഗം തിരിച്ചിട്ട് കൊടുക്കണം. ഇതൊരു 2 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളിതിൽ സമൂസൻ്റെ ആ ഒരു സ്ട്രിപ്സ് ആണെങ്കിലും വളരെ തിന്നാക്കിയിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കുക്കാവും. ഒരുപാട് നേരം നമ്മൾ ഇതിൽ എണ്ണയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോവും ബ്രെഡ് ആയതുകൊണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ വേഗം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വന്നാൽ അപ്പോൾ തന്നെ എടുത്ത് മാറ്റാം കേട്ടോ. ഈ സ്നാക്ക് ഞാൻ നോമ്പ് തുറക്കാൻ നേരത്തിന് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ നോമ്പ് തുറക്കാൻ നേരം ആയപ്പോഴേക്കും എനിക്ക് ഫ്രൈ ആക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ നോമ്പ് തുറന്ന ശേഷമാണ് ഇത് ഫ്രൈ ആക്കുന്നത് കേട്ടോ. ഇഫ്താർ സമയത്ത് പിന്നെ സമൂസ ഒക്കെ ഉണ്ടായിരുന്നു ഇഫ്താറിന്. അപ്പോൾ അതാ നമ്മളെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്നാക്കാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്കത് കഴിക്കുന്ന വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പം കാണാൻ നല്ല മൊഞ്ചാണ്. ഇനി ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലാത്തവർക്ക് ഇതാ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ, അതില്ലാണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്കിൻ്റെ കൂടെ ഡിപ്പായിട്ട് വെച്ചിട്ടുള്ളത് സ്പൈസി നമ്മളെ സോസാണ്, ഹോട്ട് ചില്ലി സോസാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ശരിക്കും നമ്മുടെ മുട്ട പപ്സിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വന്നു. അതിനേക്കാളും ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കേട്ടോ. പുറമേ ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ വന്നിട്ട് ആ ഒരു ഫീല് എനിക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് നിർത്താൻ തോന്നില്ല, ഒരു മടുപ്പ് തോന്നാത്ത നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.